പ്രിയപ്പെട്ട സിദ്ദിഖ് മാഷ്, മറ്റ് പ്രിയ സുഹൃത്തുക്കളെ, അശോകൻ ചെരുവിലും മോനും മാഷ് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ടവരെ, ഇരുപത് മിനിറ്റ് നമ്മുടെ സമയപരിമിതി എന്നൊക്കെ സിദ്ദിഖ് മാഷ് എന്നോടും കൂടിയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇപ്പോൾ അതാണ് 4:50 5:10 വരെയുള്ള സമയത്തിന് മുമ്പേ ഞാൻ നിർത്തും, നമുക്ക് എന്നിട്ട് ചർച്ചയാകാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കഥാനിരൂപണത്തെ പറ്റി എന്താണ് പറയേണ്ടത് എന്നുള്ളത് രണ്ട് തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയം നടന്നത്. ആദ്യം മനസ്സിലാക്കിയത് കഥാനിരൂപണവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒരു ചരിത്രം എന്നുള്ളതാണ്. പക്ഷേ 20 മിനിറ്റിൽ നമുക്ക് അങ്ങനെ ഒരു ചരിത്രത്തെ ആ രീതിയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, നിരൂപകരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ശില്പശാലയിൽ കഥാനിരൂപണം എങ്ങനെ ആവാം, എങ്ങനെ ആവണം എന്ന തരത്തിൽ ഒരു സംസാരമായിരിക്കും നല്ലത് എന്നാണ്. അതിന് തന്നെയും നമുക്ക് ഈ 20 മിനിറ്റ് എന്നുള്ളതിൻ്റെ ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ ഏതൊരു ജനുസിനെ കുറിച്ചായാലും നമ്മൾ നിരൂപണം നടത്താൻ പോകുമ്പോൾ ആദ്യം നമ്മൾ ആ ജനുസ് എന്താണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കഥ എന്താണ്, കഥയുടെ സവിശേഷത എന്താണ്, അതൊന്നും പറയാനുള്ള സമയമല്ല എന്ന് നമുക്കറിയാം. നോവലിൽ നിന്ന് വ്യത്യസ്തമായി കഥ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ ആഖ്യാനം അല്ലെങ്കിൽ പരസ്പര ബന്ധിതമായിട്ടുള്ള സംഭവങ്ങളുടെ ശൃംഖലയുടെ ആഖ്യാനമാണ്. അത് ഏതെങ്കിലും ഒരു ഭാവത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഫക്റ്റിനെ ഉണ്ടാക്കാവുന്ന മട്ടിൽ ഉള്ള ആഖ്യാനമാണ് എന്ന് നമുക്ക് പറയാം. സാധാരണ ഞങ്ങളെ പഠിപ്പിച്ചവരും ഞങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോട് ഞങ്ങളും ഒക്കെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ സെർച്ച് ലൈറ്റ് പോലെ ഒരു വലിയ ലൈറ്റ് അടിച്ച് കാണിച്ചാൽ ആ കാണുന്നത് നോവലാണ്. നിങ്ങൾ കണ്ണിലേക്കൊക്കെ പോയിൻ്റ് ചെയ്തിട്ട് ടോർച്ചടിക്കും. നമ്മൾ അങ്ങനെ ഈ എന്താണ് നമ്മുടെ ഈ പ്രസൻറ്റേഷനൊക്കെ നടത്തുമ്പോൾ അതിലേക്കൊക്കെ പോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ ടോർച്ചടിക്കുമല്ലോ, അതുപോലെ അടിച്ചാൽ അത് കഥയായി തീരും എന്നുള്ളതാണ്. സമൂഹത്തിലേക്ക്, ജീവിതത്തിലേക്ക്, അങ്ങനെ വിശാലമായിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യത്തിൽ നമ്മളൊരു സെർച്ച് ലൈറ്റ് അടിച്ചാൽ അതിൽ തെളിഞ്ഞു കാണുന്നതിനെയാണ് നമ്മൾ നോവൽ എന്ന് പറയുക. പക്ഷേ അതിനെ ഒന്നുകൂടി കണ്ടൻസ്ഡ് ആക്കി, അതിനെ ഒന്നുകൂടി സാന്ദ്രീകരിച്ച് സൂക്ഷ്മപ്പെടുത്തി ഒരു ചെറിയ ടൈം സ്പാനിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന മട്ടിൽ ഒരു ഭാവത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു ഇഫക്റ്റിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ആവിഷ്കരിക്കുമ്പോൾ അത് കഥയാകും എന്നാണ് പൊതുവേ കഥയെക്കുറിച്ച് പറയുക. അപ്പോൾ കഥയുടെ ഈ തരത്തിലുള്ള സവിശേഷതകളും കൂടി അറിഞ്ഞിട്ട് വേണമല്ലോ നമ്മളൊരു കഥാനിരൂപണത്തിന് പുറപ്പെടാൻ. കഥയെ നമ്മൾ പരിശോധിക്കുമ്പോൾ കഥ എന്താണ് എന്ന് അറിഞ്ഞിട്ട് കൂടിയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ കഥ എന്താണെന്ന് അറിഞ്ഞാൽ കഥ എല്ലാ കാലത്തും ഒരേ കഥയാണോ എന്ന് ചോദിച്ചാൽ ഒരേ തരത്തിലുള്ള കഥയല്ല എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കാണുന്ന ചെറുകഥയ്ക്ക് മുമ്പുള്ള ചെറുകഥയല്ല, കഥയല്ല പഴയ ചെറുകഥ അല്ലെങ്കിൽ പഴയ കഥ എന്ന് പറയുന്നത്. ഇപ്പോൾ പിന്നെ 18-ാം നൂറ്റാണ്ടിൽ അലൻ പോ അല്ലേ, എന്താണ് ട്വൈസ് ടോൾഡ് ടെയിൽസ് എന്ന് പറയുന്ന ഒരു സമാഹാരത്തിന് എഴുതിയ പഠനത്തിനകത്താണ് ആദ്യമായി കഥയെ ശാസ്ത്രീയമായി ഡിഫൈൻ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നും, അതുകൊണ്ട് ഈ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നിടത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള നിരൂപണമുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നിരൂപണത്തിൻ്റെ ചരിത്രം പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഒരു സൂചന അങ്ങനെ പോവുകയാണ്. പക്ഷെ അവിടെ മുതൽ ഇങ്ങോളം നമുക്ക് ആ സൂചനകളിലൂടെ പോകാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യൻ അവസ്ഥയിൽ നിന്നിട്ട് നമ്മൾ ആലോചിച്ചാൽ ഇപ്പോൾ പിന്നെ PK രാജശേഖരൻ്റെയൊക്കെ പഠനങ്ങളിൽ, കഥാന്തരങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ പഠനങ്ങളിലും അദ്ദേഹമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ മെറ്റാ നറേറ്റീവ് എന്ന് പറയുന്ന മട്ടിൽ കഥ തന്നെ എങ്ങനെയാണ് കഥയുടെ നിരൂപണമായി മാറുന്നത് എന്നുള്ളത് ഇന്ത്യൻ ബൃഹത് കഥയ്ക്കകത്ത് കാണാം. ഷെഹ്റസാദിനെ കുറിച്ചിൻ്റെ കഥയിൽ 1001 രാവുകളിൽ കാണാം. അതുകൊണ്ട് അലൻ പോ ചെറുകഥയെ നിർവചിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ പാരമ്പര്യത്തിൽ
ഒരു പക്ഷേ കഥ തന്നെ കഥയുടെ നിരൂപണമായി നിരൂപണത്തിൻ്റെ ചരിത്രം ആരംഭിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ഗുണാഢ്യൻ്റെ ബൃഹത് കഥയ്ക്കകത്ത് അദ്ദേഹം രക്തം കൊണ്ടാണ് അത് എഴുതിയത് എന്ന് പറയുമ്പോൾ പൈശാചി ഭാഷയിലായിരുന്നു അത് എഴുതിയത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കഥയുണ്ടായതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ 1001 രാവുകളിലെ കഥയായിട്ട് കഥ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് ഏറ്റവും പ്രാകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വന്യമായിട്ടുള്ള ജീവിതാവസ്ഥയിൽ നിന്നാണ് കഥയുണ്ടായിത്തീരുന്നത്. അല്ലെങ്കിൽ ജൈവം, വന്യം എന്നുള്ള വാക്കിന് പകരം ജൈവമായിട്ടുള്ള ജീവിതാവസ്ഥയിൽ നിന്നാണ് അതിൻ്റെ ആവിഷ്കാരമാണ് കഥയായിത്തീരുന്നത് എന്നൊക്കെ കഥ തന്നെ ഒരു തരത്തിൽ കഥയെ നിരൂപണം ചെയ്യുന്നത് ഈ മെറ്റാഫിക്ഷൻ എന്ന് നമുക്ക് വിളിക്കാവുന്ന മട്ടിൽ കഥയെക്കുറിച്ചുള്ള കഥയിൽ, ബൃഹത് കഥയെക്കുറിച്ച് പറയുന്ന കഥയിലും അതുപോലെ 1001 രാവുകളെക്കുറിച്ച് പറയുന്ന കഥയിലും, ഇത് മാത്രമല്ല ഈ ഗ്രീക്കിലൊക്കെ പലയിടങ്ങളിലുമുള്ള കഥാപാരമ്പര്യങ്ങൾക്കകത്ത് തന്നെ അങ്ങനെ കാണാം എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മളിന്ന് വ്യവഹരിക്കുന്ന നിരൂപണം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലുള്ള നിരൂപണമല്ല എന്നും നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു നിരൂപണം മലയാളത്തിലൊക്കെ ഉണ്ടായിട്ട് അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശാസ്ത്രീയമായ യുഗത്തിലേക്ക് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഥയെ, സാഹിത്യത്തെ, ജീവിതത്തെയൊക്കെ അതിൽ നിന്ന് മാറി നിന്ന് നോക്കിക്കാണാൻ കഴിയുന്ന ഒരു സന്ദർഭത്തിൽ ആണ് നമ്മൾ അതിൽ നിന്ന് മാറി നിന്നിട്ട് അത് എന്താണ് എന്ന് നിരീക്ഷിക്കാനും പഠിക്കാനും വിലയിരുത്താനും ഒക്കെ തുടങ്ങുന്നത്. അത്തരമൊരു സന്ദർഭത്തിലാണ് ഞാൻ അതിൻ്റെ കൊല്ലക്കണക്കിനല്ല പറയുന്നത്, ഇന്ന് നമ്മൾ വ്യവഹരിക്കുന്ന നിരൂപണം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ ആ നിരൂപണം എന്ന് പറയുന്നത് പിന്നെ പല തരത്തിൽ മാറി വന്നതിൻ്റെ ഒരു ചരിത്രം. ഞാനിങ്ങനെ സമയത്തെക്കുറിച്ച് കൂടി ബോധവാനാകുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് എൻ്റെ ചിന്ത ഇങ്ങനെ പാളിപ്പോകുന്നുണ്ടാവും. 57 മിനിറ്റ് ഇപ്പോഴായി. അപ്പോൾ അങ്ങനെയുള്ളൊരു നിരൂപണം വരുന്നു. ആ നിരൂപണം കഥയെ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, കഥ എന്ന് പറയുന്നത് തന്നെ എല്ലാ കാലത്തും ഒരേ കഥയല്ല എന്ന്. നമ്മൾ ഈ പറയുന്ന പുതിയ കഥയുണ്ടായ കാലം തന്നെ, ആ കാലം മുതൽക്കെടുത്താൽ തന്നെ നമ്മളിന്ന് മലയാള ചെറുകഥ എന്ന് വിളിക്കാവുന്ന പിന്നെ വാസനാവികൃതി മുതൽക്കൊക്കെ പറയുന്ന ചരിത്രത്തിൽ അതാണോ അല്ലയോ എന്നൊക്കെയുള്ള അവിടെ നിൽക്കട്ടെ, കല്ലൻ്റെ കഥ എന്നൊക്കെ പറയുന്ന പലതരം അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നിന്ന് ആരംഭിച്ച് സമകാലത്ത് എത്തി നിൽക്കുന്ന ഷാജി കുമാറോ അല്ലെങ്കിൽ ബിനോയ് തോമസോ ഒക്കെ ഉൾപ്പെടുന്ന ആളുകൾ ഉള്ള ഈ തലമുറയിലോളമുള്ള കഥയിലേക്ക് നമ്മൾ വരുമ്പോൾ ആ കഥകൾ, ഞാൻ പറഞ്ഞ കഥ ആരംഭിക്കുന്ന ഇടത്തു നിന്ന് ഇന്ന് ഷാജികുമാറിലേക്ക് എത്തുന്നത് വരെയുള്ള കഥ ഒരേ കഥയല്ല എന്ന് നമുക്കറിയാം. ഒരു കാലത്ത് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ആദ്യകാലത്തെ കഥ സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചും പോലീസുകാരനെ കള്ളൻ കയ്യാവും വെക്കുന്നതിനെക്കുറിച്ചും കപ്പൽ മുങ്ങി ദ്വാരകയിൽ പോകുന്നതിനെ പറ്റിയും ഒക്കെയുള്ള കഥകൾ സംഭവങ്ങളുടെ, ബാഹ്യമായ സംഭവങ്ങളുടെ ആഖ്യാനങ്ങൾ എന്നുള്ള നിലയ്ക്കുള്ള കഥകൾ നമുക്ക് ധാരാളം ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നീട് വരുമ്പോൾ അടുത്തൊരു ഘട്ടം വരുമ്പോൾ മനുഷ്യനെ കേന്ദ്രീകരിക്കുന്ന കഥയിലേക്ക്, സംഭവങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പോവുകയാണ്. ആ മനുഷ്യൻ എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ, മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യനെ ഇങ്ങനെയല്ലോ, മനുഷ്യനെ വലിയൊരു വയറായിട്ട് കാണാം. അങ്ങനെ വയറായിട്ട് മനുഷ്യനെ കാണുന്ന കഥകളാണ് ആദ്യകാലത്ത് വന്നിട്ടുള്ള, ഒരു ഘട്ടത്തിൽ വന്നിട്ടുള്ള കഥകൾ അധികവും. അപ്പോൾ വയറായിട്ട് മനുഷ്യനെ കാണുന്ന കാലത്താണ് വിശപ്പിൻ്റെ കഥകൾ, അത്തരത്തിലൊക്കെയുള്ള കഥകൾ ധാരാളമായിട്ട് ഉണ്ടായിത്തീരുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഈ വയറ് മാത്രമല്ല എന്നും മനുഷ്യൻ എന്ന് പറയുന്നത് ഒരവസ്ഥ കൂടിയാണെന്നും ആ അവസ്ഥയെക്കുറിച്ച്, മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച്, മനുഷ്യൻ്റെ തന്നെ ഭിന്നമായ ഭാവതലങ്ങളെക്കുറിച്ച്, അവൻ അകപ്പെട്ടിരിക്കുന്ന ഏകാന്തതയെക്കുറിച്ച്, അവൻ്റെ വിഷാദത്തെക്കുറിച്ച്, അവൻ്റെ നിഷേധത്തെക്കുറിച്ച്, ഇങ്ങനെ പലവിധത്തിലുള്ള മനുഷ്യാവസ്ഥകളുടെ സവിശേഷതകളെക്കുറിച്ച് പറയുന്ന കഥകളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും ആ കഥ പിന്നീട് ആധുനികതയും കഴിഞ്ഞ് ഒരു ഘട്ടം വരുമ്പോൾ അതുവരെ മനുഷ്യർ എങ്ങനെയാണ് ജീവിതത്തെ കെട്ടിപ്പൊക്കിയത് എന്ന്, അല്ലേ, എന്തൊക്കെ വെച്ചിട്ടാണോ കെട്ടിപ്പൊക്കിയത് അതിനെയൊക്കെ അതിൽ പലതും തകർന്നു വീഴുകയും അതിനെ വിമർശനാത്മകമായി നോക്കിക്കാണുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ആ തരത്തിലുള്ള കഥകളാണ് പിന്നീടുണ്ടായി വരുന്നത്. മാറിയ കാലം എന്ന് നമുക്ക് പറയുന്നത്, ഒരു സാഹിത്യവും കാലത്തിലല്ലാതെ നിലനിൽക്കുകയില്ലല്ലോ. നമ്മുടെ കാലത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ലോകത്തേക്ക് പരന്നു കിടക്കുകയാണ്. ലോകത്തിലേക്കുള്ള നമ്മുടെ സഞ്ചാരങ്ങൾ അത്രമേൽ വിപുലപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ നമ്മളുടെ ജീവിതത്തിനകത്ത് നാനാതരത്തിലുള്ള വൈവിധ്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ്. ഒരു കാലത്ത് ഇറങ്ങിപ്പോയിരിക്കുന്ന പലതും വെള്ളപ്പൊക്കം പോലെ തിരിച്ചു വന്നിരിക്കുകയാണ്. നിലനിൽക്കുന്ന പലതും അപ്രത്യക്ഷമാകുന്നു, പുതിയ പലതിനെയും നമുക്ക് ദൃശ്യമായി തീരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ അവസ്ഥകളെ, അതുകൊണ്ട് പുതിയ കഥ ഈ വൈവിധ്യത്തെ
ഈ സ്ഥലികത എന്ന് പറയുന്നത് ഭൗതികമായ സ്ഥലികത മാത്രമല്ല, സാമൂഹ്യമായ സ്ഥലികതയെ ഒക്കെ ആവിഷ്കരിക്കുന്ന കഥകളാണ് ഇന്നത്തെ കഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഷാജികുമാർ എഴുതുമ്പോൾ അല്ലേ, എന്താ ചിരുകണ്ഠൻ എന്ന പോരുകോഴിയുടെ കഥ പറയുമ്പോൾ കാസർഗോഡിൻ്റെ സംസ്കാരം നിങ്ങൾക്ക് ആ കഥയ്ക്കകത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. ബിനോയ് തോമസ് എഴുതുമ്പോൾ ഇരിട്ടിയിലെ ദേശം അതിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ആലപ്പുഴ അതിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോരുത്തരും എഴുതുമ്പോൾ അവരവരുടെ ദേശത്തിൻ്റെ മുമ്പില്ലാത്ത മട്ടിൽ ആണ്. ഈ ദേശമൊക്കെ മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ തകഴിയുടെ എന്താണ് മാമ്പഴച്ചോട്ടിലൊക്കെ വായിച്ചാൽ അതിനകത്ത് നിങ്ങൾക്കൊരു ദേശത്തെയും അവിടുത്തെ പ്രാദേശിക സംസ്കാരത്തെയും ഒക്കെ കാണാൻ സാധിക്കും. പക്ഷേ അന്ന് കാണാത്ത മട്ടിൽ ഉള്ള ഒരു പുതിയ ദേശം പുതിയ രീതിയിൽ കഥയിൽ സന്നിഹിതമായി തീരുന്നു. ആ തരത്തിലുള്ള ബന്ധങ്ങളോ സമൂഹമോ സന്നിഹിതമായി തീരുന്നു. ഈ മട്ടിൽ കഥ മാറുന്നു. അപ്പോൾ കഥ എന്ന് പറയുന്നത് തന്നെ നമുക്ക് പിന്നെ എവിടെ മുതൽ പുറപ്പെട്ടിടത്തു നിന്നുള്ള കഥയല്ല, നമ്മൾ എത്തി നിൽക്കുന്നിടത്തുള്ള കഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് കഥയുടെ ഈ ഒരു മാറ്റം അത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ അതിൻ്റെ ക്രാഫ്റ്റിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ നമ്മൾ അറിയുമ്പോൾ മാത്രമേ നമുക്ക് നിരൂപണത്തിലേക്ക് ആ നിലയ്ക്ക് വന്നു ചേരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു നിരൂപകന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ നിരൂപണം എന്ന് പറയുന്നത് നമ്മളെങ്ങനെ, അതിൽ തന്നെയുള്ള രണ്ട് പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ. ഒന്നെന്തപ്പോൾ ചില ആളുകൾ പറയും ഗുണദോഷ വിചിന്തനമാണ് നിരൂപണം എന്നൊക്കെ. നമ്മൾ ചില മൂല്യങ്ങൾ അല്ലെങ്കിൽ ചില ധാരണകളോ അല്ലെങ്കിൽ ചില ഉപകരണങ്ങളോ നേരത്തെ ഉണ്ടാക്കി വെക്കും. കഥയായാലും ഏതിലായാലും നിരൂപണത്തിന് ഉണ്ടാക്കി വെക്കുന്ന ചില ഉപകരണങ്ങൾ, അത് സിദ്ധാന്തങ്ങളാകാം, അത് ഘടനാവാദത്തിൻ്റെതോ അപനിർമ്മാണത്തിൻ്റെതോ അല്ലെങ്കിൽ പിന്നെ മാർക്സിസത്തിൻ്റെതോ അല്ലെങ്കിൽ പരിസ്ഥിതിവാദത്തിൻ്റെയോ ദളിത്വാദത്തിൻ്റെയോ ഇങ്ങനെ പലതരത്തിലുള്ള അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യാധിഷ്ഠിതമായിട്ടുള്ള ഇങ്ങനെ പലതരം പ്രതീതിയാത്മകമായിട്ടുള്ള ഇങ്ങനെ പലതരം ഉപകരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആദ്യമേ പറയട്ടെ, നിരൂപണം എന്ന് പറയുന്നത് ഒരു വായനയാണ്. ഈ വായനയിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് നിരൂപണത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വായന നമ്മൾ നടത്തുന്നത് ഈ തരത്തിലുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ്, അതിൻ്റെ പ്രയോഗത്തോടു കൂടിയാണ് ഈ വായന സാധ്യമാക്കുന്നത്. അങ്ങനെയുള്ള നിരൂപണങ്ങളാണ് പ്രസ്ഥാനാത്മക നിരൂപണങ്ങളായിട്ട് നമ്മുടെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ ധാരാളമായി സംഭവിച്ചത്. അതുകൊണ്ട് പ്രസ്ഥാനാത്മക നിരൂപണത്തിനുള്ള ഒരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ഏത് പിന്നെ തിയറിയും ഏത് സിദ്ധാന്തവും എന്താണ്, നിങ്ങൾക്കൊരു കണ്ണടയാണ്. നിങ്ങൾ അതിലൂടെ നോക്കിയാൽ അതുമാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ, അതുമാത്രമേ നമ്മൾ കാണുകയുള്ളൂ. അതുകൊണ്ട് ആ തരത്തിലുള്ള റിസൾട്ടുകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഒരു നിരൂപകൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. സാഹിത്യത്തെ ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, എൻ്റെ അഭിപ്രായം ഞാൻ പിന്നെ പറയാം. ഈ തരത്തിലുള്ള ഉപകരണങ്ങളുള്ള ഒരാളായിരിക്കണം. അത് അയാൾക്ക് സാഹിത്യത്തെക്കുറിച്ച് അറിയണം, അയാൾക്ക് ഭാഷയെക്കുറിച്ച് അറിയണം, ശൈലിയെക്കുറിച്ച് അറിയണം, കഥയുടെ ന്യൂക്ലിയസിനെ കുറിച്ച് അറിയണം, കഥയുടെ ക്രാഫ്റ്റിനെ കുറിച്ച് അറിയണം. ഇങ്ങനെ അതിൻ്റെ സാഹിതീയമായ മാനങ്ങളെക്കുറിച്ച്, കഥ കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ പ്രമേയപരമായിട്ടുള്ള മാനങ്ങളെക്കുറിച്ച്, ആസ്വാദനം സാധ്യമാകുന്ന പ്രക്രിയയെക്കുറിച്ചൊക്കെയുള്ള ഈ തരം ധാരണകൾക്ക് അകത്തു നിന്നുകൊണ്ടാണ് നാം ഒരു കൃതിയെ നിരൂപണം ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു നിലപാടാണ്. പക്ഷെ ചില ആളുകൾ പറയാ എന്താണ്, അങ്ങനെയല്ല, എൻ്റെ നിരൂപണത്തിൻ്റെ ചക്രവർത്തി എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തവും ഒരു നിലപാടുമല്ല, മറിച്ചത് അതിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്നാണ്. ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ബോധ്യം, എൻ്റെ ആസ്വാദനം, അതെനിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനെ കുറിച്ച് പറയുന്നു എന്നാണ്. എനിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ വായന എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ടാണോ എന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടും രണ്ടാണെന്ന തരത്തിലാണ് പല ആളുകളും. ആസ്വാദനമാണ് നിരൂപണം എന്ന് പറയുമ്പോൾ ആസ്വദിക്കുന്നത് എന്തോ ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി, വിലയിരുത്തലിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ് എന്ന മട്ടിലാണ്. എന്നാൽ ഇത് രണ്ടും രണ്ടല്ല എന്നാണ് എൻ്റെ ഒരു നിലപാട്. അതാണ് കാരണം, ഞാൻ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കുമ്പോൾ ഞാൻ ആർജിച്ചിട്ടുള്ള സകലമാന സിദ്ധാന്തങ്ങളുടെയോ അറിവിൻ്റെയോ അറിവുകേടിൻ്റെയോ എൻ്റെ പരിമിതികളുടെയോ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കഥ വായിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ നിന്നൊരു റിസൾട്ട് കിട്ടും. പക്ഷേ എന്നെക്കാൾ സൈദ്ധാന്തികമായിട്ടുള്ള നിലപാടുകളുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറിവുകളുള്ള ഒരാൾ വായിക്കുമ്പോൾ ഞാൻ കാണാത്ത കാഴ്ചകൾ തെളിഞ്ഞു കിട്ടും.
അപ്പോൾ വാസ്തവത്തിൽ ഈ വായിക്കുന്ന വായനക്കാരൻ എന്ന് പറയുന്ന ആളിനെ നമുക്ക് ഈ സിദ്ധാന്തങ്ങളിൽ നിന്നും വിമുക്തമാക്കി എടുത്തിട്ട് കാണാനൊന്നും കഴിയില്ല. ഇതൊന്നും ഇല്ലാത്ത ശുദ്ധമായിട്ടുള്ള ഒരു ആസ്വാദകനെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആസ്വാദനത്തിൽ പോലും ഇതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്നും നിങ്ങൾ ഈ രണ്ട് രീതി എന്ന് പറഞ്ഞ് തർക്കിക്കുന്നതിലൊന്നും വലിയ കാര്യവുമില്ല എന്നും ഉള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അപ്പോൾ ഞാൻ ഈ ഒരൊറ്റ കാര്യം കൂടി പറയാം. അതുകൊണ്ട് ഈ ഇന്നത്തെ നിരൂപണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഈ അടുത്ത സമകാലത്തെ നിരൂപണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സിദ്ധാന്തവൽക്കരിച്ച് കള്ളികൾക്കകത്ത് നിൽക്കുന്ന നിരൂപണം അല്ല. ആ നിരൂപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കള്ളികൾക്കകത്ത്, ഉത്തരാധുനികം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ജീവിതാവസ്ഥയുടെ ഒരു സവിശേഷതയും അതുതന്നെയാണ്. അതിനെ നമുക്കങ്ങനെ ഏതെങ്കിലും ഒരു കള്ളിക്കകത്ത് നിൽക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് രാഷ്ട്രം എന്ന് പറയുന്നത്, അല്ലേ, സർവ്വദേശീയത എന്നൊക്കെ പറയുന്നത് ഇതൊന്നും സാധ്യമല്ല. ഒരേ സമയം ഷാജികുമാറിൻ്റെ കഥയിൽ പറയുന്ന കാഞ്ഞങ്ങാട് പ്രദേശം എന്ന് പറയുന്നത് അതൊരു വളരെ പ്രാദേശികമായ ഒരു സ്ഥലവും ആണ്. എന്നാൽ അത് ചിക്കാഗോ പോലെയുള്ള ഒരു വലിയ നഗരവുമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയോ നിലയിൽ ബന്ധപ്പെടുന്നതും ആണ്. അതേസമയം തന്നെ ഈ സ്ഥലം, അല്ലേ, ചിരുകണ്ഠൻ എന്ന പോരുകോഴിയുടെ കഥ മഹാഭാരതത്തിൻ്റെ ചരിത്രത്തിലോളം, അല്ലേ, അതിൻ്റെ പഴക്കത്തിലോളം ചെന്നെത്തുന്നതും അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് മൈനിങ് നടത്തേണ്ടുന്ന മട്ടിൽ അതിലേക്ക് മുട്ടി നിൽക്കുന്ന ഒന്നും ആണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കള്ളികൾ മാഞ്ഞു പോകുന്ന ഒരു കാലത്ത് നമുക്ക് എല്ലാ സിദ്ധാന്തങ്ങളെയൊക്കെ ചേർത്ത് കഥയ്ക്കകത്ത് നിന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കഥയ്ക്കകത്ത് നിന്ന് ടെക്സ്റ്റിനെ മൈൻ ചെയ്തെടുക്കാൻ പറ്റും, ഖനനം ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ എങ്ങനെ ഖനനം ചെയ്തെടുക്കുന്നതിനെ കഥയിൽ നിന്ന് മാത്രമല്ല, അതിനെ നാം ജീവിക്കുന്ന ലോകവുമായി വ്യവഹരിക്കാൻ വിടാൻ സാധിക്കും. അത്തരം വ്യവഹാരങ്ങൾക്കകത്ത് നിന്ന് പുതിയ ലോകങ്ങൾ, പുതിയ കഥകൾ, പുതിയ കഥയിടങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യും എന്നുള്ളതാണ്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാൻ 4 മിനിറ്റ് തന്നെയുള്ളത്. ആ 4 മിനിറ്റ് പറയാവുന്ന ഉദാഹരണം, കാരണം ഇങ്ങനെ വിശദീകരിക്കുന്നതിനേക്കാളും നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആർ വിശ്വനാഥ മാഷിൻ്റെ പൂവനും ഓറഞ്ചും എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട്. ഒരു കഥാനിരൂപണമായിട്ട് നമുക്ക് കണക്കാക്കാം. ബഷീറിൻ്റെ പൂവൻ പഴം എന്ന് പറയുന്ന കഥയുടെ നിരൂപണം ആണ് അത്. പൂവൻ പഴം എന്ന് പറയുന്ന കഥ പിന്നെ വാസ്തവത്തിൽ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു കഥയെ നിരൂപണം ചെയ്യുമ്പോൾ കഥയിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും മാത്രമല്ല, ആ കഥയ്ക്കകത്തുള്ള ലോകമുണ്ട്. ഈ കഥാലോകത്തെ, കഥാപാത്രങ്ങളെ ഒക്കെ അഴിച്ചു പണിയാൻ ഉള്ള, അതിനെ അഴിച്ചെടുത്തിട്ടിങ്ങനെ ഹാർമോണിയം, ഏതോ സിനിമയിലില്ലേ, ഇന്നസെൻ്റ് ഹാർമോണിയം നന്നാക്കുന്നതിൻ്റെ എല്ലാ കട്ടയെടുത്ത് പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണും. അതുപോലെ നമുക്കൊരു കഥ കിട്ടിയാൽ അതിനെ ഇങ്ങനെ അഴിച്ചു വെച്ചിട്ട് ഒരു വലിയ പായൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ നോക്കാൻ കാണണം. എന്നിട്ട് അതിനകത്തുനിന്ന് നമുക്ക് വേണ്ടുന്ന ഹാർമോണിയ കമ്പി എന്താണ് എന്ന് എടുക്കാൻ കഴിയണം. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഘടനാവാദത്തിൻ്റെ ചെറിയൊരു പരിശീലനം നമുക്ക് ആവശ്യമാണ്. ഘടനാവാദത്തിൻ്റെ ഒരു പിൻബലമുള്ള ഒരാൾക്ക്, ഞാൻ പ്രോപ്പിൻ്റെ നാടോടി കഥകളെക്കുറിച്ചുള്ള പഠനം, കഥകളെക്കുറിച്ച് മാത്രമുള്ള ഒരു പഠനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാവുന്ന ഒന്നാണ് പ്രോപ്പിൻ്റെ മോർഫോളജി ഓഫ് ദ ഫോക്ക് ടെയിൽ എന്ന് പറയുന്ന പഠനം. അതിനകത്ത് അദ്ദേഹം പറയേണ്ടത് എങ്ങനെയാണ്, അത് പ്രോപ്പിനെ വായിക്കണമെന്നില്ല കേട്ടോ, ഘടനാവാദം സസൂറിനെയൊക്കെ പഠിച്ചാലും മതി. സസൂറിനെ അറിയാവുന്ന ഒരാൾക്ക് എങ്ങനെയാണ്, കാരണം ഇതൊക്കെ ഭാഷയാണ്. നമ്മൾ കഥയെ എടുത്താലും ആഖ്യാനത്തെ എടുത്താലും ആഖ്യാനത്തിനകത്ത് തെളിയുന്ന ലോകത്തെ എടുത്താലും സംസ്കാരമായാലും ഭാഷയായാലും ഒരു പ്രതീക വ്യവസ്ഥയാണ്. ഈ പ്രതീക വ്യവസ്ഥയെ അഴിച്ചു വെച്ചിട്ട് കാണാനും കൂടി നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ സാധിക്കുമ്പോഴാണ് കഥയിൽ നാം കാണാത്ത ചില കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ്. നമുക്ക് പൂവനും ഓറഞ്ചിലേക്കും തന്നെ തിരിച്ചു വരാം. അതിനകത്ത് ബഷീറിൻ്റെ പൂവമ്പഴെന്ന് പറയുന്ന കഥയിൽ ജമീല ബീവി എന്ന് പറയുന്ന BA കാരിയെ അബ്ദുൽ ഖാദർ കല്യാണം കഴിക്കുന്നതാണ്. ജമീല ബീവി BA കാരി ആയതുകൊണ്ട് തന്നെ വലിയ പരിഷ്കാരിയാണ്. ഈ കേടികളുമായിട്ടൊന്നും അബ്ദുൽ ഖാദർ കൂട്ടുകൂടുന്നത് അവർക്ക് ഇഷ്ടമല്ല. അബ്ദുൽ ഖാദർ അവിടുത്തെ തൊഴിലാളി നേതാവാണ്, അവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമായിട്ട് ചങ്ങാത്തം കൂടുന്ന ആളാണ്, കുപ്പായത്തിൻ്റെ കൈ മേലോളം കയറ്റി വെക്കുന്ന ആളാണ്, ബീഡി വലിക്കുന്ന ആളാണ്. പരിഷ്കാരിയായിട്ടുള്ള ജമീല ബീവിക്ക് ഇതൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അവർ പരിഷ്കാരി ആയതുകൊണ്ട് ജമീല ബീവിക്ക് പൂവമ്പഴം തിന്നാനാണ് ഇഷ്ടം. നിറയെ മഴ പെയ്യുന്ന ഒരു സമയത്ത് പൂവമ്പഴം വാങ്ങാൻ വേണ്ടി ഇയാളെ പറഞ്ഞയക്കുകയാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കഥയെ കിട്ടിക്കഴിഞ്ഞാൽ ജമീല ബീവി BA കാരി, പരിഷ്കാരി, അബ്ദുൽ ഖാദർ, ഇങ്ങനെയുള്ള ആൾ, ഇങ്ങനെ നമുക്ക് എഴുതി പോകാൻ കഴിയും. അത് എഴുതി പോകുമ്പോൾ അതിനകത്ത് പൂവമ്പഴം വേണം. പൂവമ്പഴം പോകാൻ നോക്കി അയാൾക്ക് എവിടെയും കിട്ടിയില്ല. അവസാനം കിട്ടിയത് ഓറഞ്ചാണ്. ഓറഞ്ച് വാങ്ങി പുഴ നീന്തിക്കടന്ന് വെള്ളപ്പൊക്കത്തിൽ ആണ്ടുപോകാതെ കഷ്ടപ്പെട്ട് തിരിച്ചു വന്ന് ഇത് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവിടെ വേറെ അവൾ പേടിച്ചിട്ട് വാതിലടച്ചിട്ട് അങ്ങനെ ഒരുപാട് വിശദാംശങ്ങൾ കഥയിലുണ്ട്.
അപ്പോൾ അവസാനം ജമീല ബീവി പൂവമ്പഴം തിന്നാൻ കൂട്ടാക്കുന്നില്ല. ജമീല ബീവി പറയുന്നു, ഓറഞ്ച് തിന്നാൻ കൂട്ടാക്കുന്നില്ല, എനിക്ക് പൂവമ്പഴമാണ് വേണ്ടത് എന്നാണ്. ബഷീർ ഒരു ചൂരൽ വടിയെടുത്തിട്ട് തുടയ്ക്ക് 4 അടി വെച്ച് കൊടുക്കുന്നു. ബഷീറല്ല, കഥാകാരൻ, അതിനകത്ത് അബ്ദുൽ ഖാദർ 4 അടി വെച്ച് കൊടുക്കുന്നു. ഇത് തിന്നാൻ പറയുന്നു. ഇതെന്താണെന്ന് ചോദിക്കുന്നു. അവൾ പറയുന്നു ഓറഞ്ച്. അയാൾ ഒരടിയും കൂടി അടിച്ചിട്ട് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ പറയും പൂവമ്പഴമാണ്. എന്നാൽ തിന്നു എന്ന് പറയുമ്പോൾ അത് തിന്നുന്നു. ഇതാണ് കഥ. പക്ഷേ ഈ കഥ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഴുതിയാൽ നിങ്ങൾക്കൊരു കാര്യം ബോധ്യമാകും. പൂവമ്പഴത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും കഥയുടെ അവസാനമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കഥയുടെ അവസാനമാകുമ്പോൾ പിന്നെ പൂവമ്പഴത്തെ നിരാകരിക്കുക ചെയ്യുന്നത്, പകരം ഓറഞ്ചിനെയാണ് സ്ഥാപിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊരു കുഴപ്പമില്ലേ? ഈ ആലോചനയിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു കഥയെ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഈ കഥയ്ക്കൊരു പ്രശ്നമുണ്ട്, എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് നമുക്ക് പിടിക്കാൻ പറ്റും. പിന്നെ ആർ വിയുടെ ഈ ലേഖനം വായിച്ചാൽ ഇതിനകത്തുള്ള ഒരു പ്രശ്നം ഈ കഥയുടെ അവസാനത്തുമ്പോൾ ഈ ടൈറ്റിലിനെ ഈ കഥ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഈ കഥ ഇത് മാത്രമല്ല എന്ന് പറയുന്നത്. ആർ വി അവസാനം പറയുക, പിന്നെ സമയം 1 മിനിറ്റ് അധികമായി, ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ആർ വി അവസാനം പറയുക, പിന്നെ എന്താണ് ഈ പൂവമ്പഴം എന്ന് പറയുന്നത്, പൂവമ്പഴത്തിൻ്റെ അർത്ഥം കഥയ്ക്കകത്ത് നിന്ന് മാത്രമല്ല നോക്കുന്നത്. പൂവമ്പഴം ഒരു ആഢ്യ വസ്തുവാണ്, ആഢ്യമായ ഒരു സംസ്കാരത്തിൻ്റെ സൂചകമാണ്. ഞാൻ പറയുന്നത് കഥാനിരൂപണത്തിന് പുറപ്പെടുമ്പോൾ നമുക്കിങ്ങനെ പ്രതിനിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ പ്രതീകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇതൊക്കെ നമ്മുടെ കോപ്പുകളാണ്. അപ്പോൾ ഇത് ഒരു ആഢ്യ സംസ്കാര വ്യവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് പൂവമ്പഴം. BA-കാരിയായ പരിഷ്കാരിയായിട്ടുള്ള ജമീല ബീവി ഇങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ അതിലൊരു വിമർശനമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസം ഈ തരത്തിലുള്ള ആളുകളെയാണ് ഉണ്ടാക്കുന്നത് എന്നും അതിനുവേണ്ടി പുറപ്പെട്ടാൽ, നടപ്പിലാക്കാൻ പുറപ്പെട്ടാൽ ബുദ്ധിമുട്ടാകും എന്നും ഉള്ള അബ്ദുൽ ഖാദറിൻ്റെ അനുഭവം കൂടിയാണ് കഥ പറയുന്നത് എന്നാണ്. എന്നിട്ട് അവസാനം അവർ ഓറഞ്ച് സ്വീകരിച്ചു. ഓറഞ്ച് എന്ന് പറയുന്നത് ജനകീയമാണ്, ഉത്സവ പറമ്പുകളിൽ ഓടി നടക്കുന്ന, അല്പം മധുരം മാത്രമല്ല, മധുരത്തോടൊപ്പം ചെറിയ പുളിയും കൂടിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ജീവിതത്തിൻ്റെ ഈ പുളിയും കൂടി ചേർന്നിട്ടുള്ള ഇതിനെ അവർ സ്വീകരിക്കുകയാണ്. അപ്പോൾ പറയുന്നത് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞാൽ ഒരു ഉൽപാദകനാണ്, അയാൾ ഇതിനെ കൊണ്ടുവരികയാണ്. ഉപഭോക്താവാണ് ജമീല ബീവി എന്ന് പറയുന്നത്. ഇതിനെ പൂവമ്പഴം എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ സാഹിത്യം എന്നുള്ളത് വെച്ചാൽ ആളുകൾ പരിശീലിച്ചു കഴിഞ്ഞിട്ടുള്ള ആഢ്യ സാഹിത്യ പാരമ്പര്യം, അത്തരമൊരു അഭിരുചിയെ മാറ്റി അതിനെ പരിഹാസം കൊണ്ട് തല്ലിയിട്ട് ബഷീർ ഈ ജീവിതത്തിൻ്റെ എരിവും മധുരവുമുള്ള ഇതിനെ ആളുകളെ കൊണ്ട് അംഗീകരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടിയാണ് ഈ കഥ എന്ന് കഥയെ വായിക്കാൻ ആർ വിക്ക് സാധിക്കുന്നത്. അന്ന് ഈ കഥ ഉണ്ടായ കാലത്ത് ഈ വായന സാധ്യമാവില്ല കേട്ടോ. ഈ വായന പിന്നീട് ഉണ്ടായിത്തീരുന്നതാണ്. ഈ വായനയിലേക്ക് വരാൻ ഇടയാക്കുന്നത് ഈ പറഞ്ഞതുപോലെ അതിനിടയിൽ നിരവധി സിദ്ധാന്തങ്ങളും നിരവധി മെത്തഡോളജിയും നമുക്ക് സംസ്കാര പഠനത്തിൻ്റെ നിരൂപണത്തിൻ്റെ ഒക്കെ മണ്ഡലത്തിൽ രൂപപ്പെട്ടു വന്നതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ശാസകൻ്റെ മൃദുസ്പർശം, ഹിഗ്വിറ്റിയെക്കുറിച്ചുള്ള പഠനം, ഇതൊക്കെ വാസ്തവത്തിൽ ഇതേപോലെ നമുക്ക് കാണാവുന്ന ചില സംഗതികളാണ്. ഇങ്ങനെ നിരൂപണത്തിന് പുറപ്പെടുമ്പോൾ നമുക്ക് ഈ തരത്തിൽ ഉള്ള ചില ടൂളുകൾ ഉണ്ടാവുകയും അതിലൂടെ വ്യത്യസ്തമായി നോക്കിക്കാണാനും കഥയ്ക്കകത്തു നിന്നു മാത്രമല്ല കഥ രൂപപ്പെടുന്ന, കഥ വായിക്കപ്പെടുന്ന ലോകവുമായിട്ടുള്ള വ്യവഹാരങ്ങളിലൂടെയും കൂടിയാണ് ഇന്നത്തെ നിരൂപണം സഞ്ചരിക്കുന്നത് എന്നും ആ സഞ്ചാരത്തിനിടയിൽ തീർച്ചയായിട്ടും നിരൂപകർക്ക് അവരുടെ ചില നിലപാടുകളും കൂടി ഉണ്ടാകണം. അല്ലാതെ സിദ്ധാന്തങ്ങളിലൂടെ മാത്രം ഒഴുകിപ്പോകുന്നവരാകരുത് എന്നും കൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് 3 മിനിറ്റ് അധികമായിട്ടുണ്ട്, ഞാൻ നിർത്തുന്നു. ബാക്കി നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം, നമുക്കത് ചർച്ച ചെയ്യുകയും ആവാം എന്ന് സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഒരാളെങ്കിലും ഇടപെടേണ്ടതെന്ന് വിചാരിച്ചിട്ട് പേര് പറഞ്ഞിട്ട് ഷിംന സാറിന് സാറ് പറയണ്ടായി, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, നമുക്കറിയുന്ന സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പരിചയത്തിൽ നിന്നാണ് നമ്മളൊരു കഥ വായിക്കുന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളൊരു കഥയെ വിമർശനാത്മകമായിട്ട് സമീപിക്കുന്നതും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 2018 ശേഷമാണ് പ്രളയം എന്നുള്ള ഒരു കാര്യം ഒരുപാട് പിന്നെ വന്ന തലമുറയ്ക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ മുന്നേ വെള്ളപ്പൊക്കത്തിൽ എന്നുള്ള ഒരു കഥ വായിക്കുന്ന ആ ഒരു ഫീലല്ല അതിനുശേഷം ആ കഥ വായിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സൈദ്ധാന്തികമായിട്ട് നമ്മൾ ഇടപെടുക അല്ലെങ്കിൽ നമ്മുടെ ജീവിത അനുഭവം കൊണ്ട് ഒരു കഥയെ സമീപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ വായിച്ചിട്ടുള്ള ആ ഒരു ടൂള് അല്ലെങ്കിൽ മുന്നേ വായിച്ചിട്ടുള്ള നമുക്കിട ഫീലിങ്
അതല്ല പിന്നെ നമ്മുടെ ജീവിതാനുഭവം കൊണ്ട് അതിലുണ്ടായി വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? കാരണം നമ്മളൊരു കഥ വായിക്കുന്ന സമയത്ത് നമ്മൾ അത് മനസ്സിലാക്കുന്നിടത്തോളം അനുഭവമോ അറിവോ നമുക്ക് വന്നിട്ടില്ല. പക്ഷേ കാലം കഴിഞ്ഞ് നമ്മളത് വായിക്കുന്ന സമയത്ത് അതിന് മറ്റൊരു അർത്ഥതലമാണ് നമ്മളിൽ രൂപം കൊള്ളുന്നത്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കാലം എങ്ങനെയാണ് ഇത്തരം ഇതിൽ പ്രവർത്തിക്കുന്നത്? ഞാൻ ആർവിയുടെ ആ ലേഖനം നിരൂപണം ഉദാഹരണം പറഞ്ഞത് തന്നെ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടും കൂടിയാണ്. കാരണം ബഷീറിൻ്റെ ഈ ആ കഥ ഒരു 90-ന് മുമ്പൊക്കെ വായിക്കുന്ന ഒരാൾക്ക് ആർവി പറഞ്ഞ ഈ തരം കാര്യങ്ങൾ തോന്നണം എന്നില്ല. ഉൽപാദകൻ, ഉപഭോക്താവ്, അതുപോലെ സാഹിത്യത്തിലെ ചില ശീലങ്ങൾ അത് മാറി വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരർത്ഥം അതിനു മുമ്പ് ഒരു പക്ഷേ അർത്ഥം എന്ന് പറയുന്നത് ധൃതിയൊക്കെ പറയണ മാതിരി നീട്ടിവെക്കപ്പെടുന്നതാണ് എന്നും സിഗ്നിഫൈഡ് എന്നൊക്കെയുള്ളത് നമുക്ക് പരിചിതമായി തീരുന്ന ഒരു ലോകത്ത് നിന്നാണ് ഈ ഒരു നിരൂപണം നമുക്ക് സാധ്യമാകുക, അത്തരം ഒരു വായന നമുക്ക് സാധ്യമായി തീരുക. കാരണം അത് ആ ലേഖനം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആർവിയുടെ ആ ഒരു പഠനത്തെ തന്നെ പറയാൻ റഫീഖ് മാഷ് പറഞ്ഞ അത് തന്നെ പറയണമെങ്കിൽ ഒരു അരമണിക്കൂർ സമയം വേണം. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഈ ഐസ് കഷ്ണം പോലെ മേലെ കാണുന്ന ഒരു ചെറിയ ഭാഗമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ ലേഖനം സൂക്ഷ്മമായി വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു 20 കൊല്ലം മുമ്പ് ആർവി അത് എഴുതുന്നതിന് 20 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു ലേഖനമോ അങ്ങനെ ഒരു കാഴ്ചയോ നമുക്ക് ആയിത്തീരില്ല. നമ്മൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും പുതിയ പുതിയ വായനകൾ അതിൽ സാധ്യമായി തീരും. ഇപ്പോൾ എന്തുകൊണ്ടാണ് കഥയിലും നിരൂപണത്തിലും ഒക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഷാജികുമാറിൻ്റെ കഥ, ആ ഷാജികുമാറിൻ്റെ കഥയിൽ ചിരുകണ്ഠൻ എന്ന് പറയുന്ന പോരുകോഴിയെ ഇരാവാൻ എന്ന് പറയുന്ന മഹാഭാരതത്തിലെ കഥാപാത്രത്തോടാണ് ഒരു ബന്ധമാണ്, അതിലേക്കൊന്ന് ബന്ധിപ്പിക്കുകയാണ്. കാരണം എല്ലാ രക്തസാക്ഷികളും അല്ലെങ്കിൽ പോരിലെ രക്തസാക്ഷികൾക്കും ഇങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് എന്ന് ഇരാവാനിൽ നിന്നുള്ള ഒരു പാരമ്പര്യം, ഇരാവാൻ ഒരു കാണാതെ പോയ ചിരുകണ്ഠൻ കോഴിയുടെ ഒരു കണ്ണിന് കാഴ്ച തെളിഞ്ഞു. അപ്പോൾ ഇരാവാൻ വന്ന് ചിരുകണ്ഠനെ തൊട്ടു, അതിൻ്റെ മുറിഞ്ഞുപോയ ചിറക് ശരിയായി. അപ്പോൾ ഇരാവാൻ വന്ന് ചിരുകണ്ഠനെ തൊട്ടു. ഇങ്ങനെ അവസാനമാകുമ്പോൾ അയാൾ നഷ്ടപ്പെട്ടു പോയതെല്ലാം പൂർണ്ണതയിലേക്ക് വന്നിട്ട് ഓരോ സമയത്തും ഇരാവാൻ വന്ന് തൊടുകയാണ്, ഒരു ഇതിഹാസ കഥാപാത്രം വന്നിട്ട്. ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് സാധ്യമാകുന്നതും ഇതിനെക്കുറിച്ച് നമുക്ക് നിരൂപണത്തിലൊരു പുതിയ വായന സാധ്യമാവുകയും ചെയ്യുന്നത് ദളിതുവാദം എന്ന് പറയുന്ന ഒന്ന് നമുക്ക് പരിചിതമായി തീരുമ്പോഴാണ്. അത് പരിചിതമായി തീർന്നിരുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു കഥയോ അല്ലെങ്കിൽ ആ കഥയെക്കുറിച്ചുള്ള ഒരു നിരൂപണമോ അത്തരത്തിലുള്ള ഒരു നിരൂപണമോ നമുക്ക് സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ്, അത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം തന്നെ അതാണ്, നമ്മുടെ അനുഭവങ്ങളാണ് ഓരോ കാലത്തുമുള്ള സാഹിത്യവും. അതുകൊണ്ട് തന്നെ ഓരോ കാലത്തും ഉള്ള സാഹിത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ആലോചനകളും എന്താണ്, നമ്മുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അതാണ് ഞാൻ കഥ അന്നു മുതൽ ഇന്ന് വരെ വേറെയാണെന്ന് പറഞ്ഞത്. ഓക്കെ.